ഹലോ! അങ്ങനെ നമ്മുടെ മൗനരാഗത്തിൽ ക്ലൈമാക്സിലേക്ക് അടുക്കുമ്പോൾ നമ്മളേക്ക് സങ്കടപ്പെടുത്തുന്ന നിമിഷങ്ങളാകുമോ വരാൻ പോകുന്നത്? കല്യാണിയുടെ അന്ത്യം കുറിച്ച സരയു. അതെ കൂട്ടുകാരെ, നമുക്കൊക്കെ ഭയങ്കര വേദന നൽകുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാണ്. കാരണം ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. കിരണും വേലും രതീഷൊക്കെ പോലീസ് കസ്റ്റഡിയിലാണ് അല്ലെ? അപ്പൊ നമ്മുടെ ചന്ദ്രസേനൻ ഇത് അറിഞ്ഞിട്ട് രൂപേനോട് പറയുന്നുണ്ട്. അപ്പൊ രൂപ പറയുന്നുണ്ട്, എന്റെ മകൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ ചന്ദ്രസേനൻ നമ്മുടെ രൂപേനെ റൂമിൽ കൊണ്ടുപോയിട്ട് രഹസ്യമായിട്ട് പറയുന്നുണ്ട്, കിരൺ അവനെ തല്ലി ചതച്ചാർന്നു. പിന്നീട് അവർ കണ്ടത് അവൻ മരിച്ചു കിടക്കുന്നതായാണ്. അങ്ങനെ ഗംഗപ്രസാദ് ആയിരിക്കുകയാണ്. അത് കിരണിന്റെ കൈകൊണ്ടാണെന്നാണ് അവൻ പറയുന്നത്. അവൻ എന്നോട് നേരത്തെ സൂചിപ്പിച്ചിരുന്നു എന്നൊക്കെ പറയുകയാണ്. അപ്പൊ രൂപ ഭയങ്കര സങ്കടത്തിൽ നിൽക്കുകയാണ്. അപ്പൊ ചന്ദ്രസേനൻ നമ്മുടെ രൂപനെ മാക്സിമം ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അപ്പുറത്തെ നമ്മുടെ പ്രകാശനും കാർത്തിക വഴി കാര്യങ്ങൾ അറിയുകയാണ്. അപ്പൊ പ്രകാശം പറയുന്നുണ്ട്, ഇക്കാര്യം നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ആ കുറ്റം ഞാൻ ഏറ്റെടുത്താനേലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ലക്ഷ്മിയമ്മ നമ്മുടെ പ്രകാശനോട് പറയുന്നുണ്ട്, കിരണിനെ രക്ഷിക്കാൻ വേണ്ടി വേലും രതീഷൊക്കെ ആ കുറ്റം ഏറ്റെടുക്കാന്ന് സമ്മതിച്ചത്, പക്ഷെ കിരണാണ് സമ്മതിക്കാതിരിക്കുന്നത് എന്ന് പറയുകയാണ്. പിന്നീടുണ്ടല്ലോ നമ്മുടെ നവീൻ വക്കീല് വരികയാണ്. വക്കീലിനെ നമ്മുടെ ചന്ദ്രസേനനാട്ടോ വിളിച്ചു വരുത്തുന്നേ. അങ്ങനെ നവീൻ നമ്മുടെ കിരണിനെ കയറി കാണുന്നുണ്ട് ജയിലിൽ. എന്നിട്ട് പറയുന്നുണ്ട്, എസ് ഐ കുറച്ച് കടുപ്പാണ്, അതാണ് കുറച്ച് കുടഞ്ഞിരിക്കുന്നത്. കോടതിയിൽ ഈ കേസ് പോകുമ്പോൾ നമ്മുടെ ഭാഗം എത്രത്തോളം കേൾക്കും, ജഡ്ജി എത്രത്തോളം കേൾക്കും എന്ന് പറയാൻ പറ്റില്ല എന്ന് നമ്മുടെ നവീൻ പറയുന്നുണ്ട്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ കിരൺ ആകപ്പാട് പേടിച്ചൊക്കെ നിൽക്കുന്നുണ്ടേ. അപ്പുറത്ത് നമ്മുടെ പ്രകാശം പിന്നീട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ കല്യാണി കിരണിനെ അന്വേഷിക്കുന്നുണ്ട്. കിരണേട്ടൻ ഇന്ന് കണ്ടില്ലല്ലോ അന്വേഷിക്കുന്നുണ്ട്. അപ്പൊ പ്രകാശൻ ഓരോരോ കള്ളങ്ങൾ പറയുന്നുണ്ട്. കിരൺ വന്നായിരുന്നു, അപ്പം മോള് മയക്കത്തിലായിരുന്നു, കിരൺ വന്നോളും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കല്യാണിയെ ആശ്വസിപ്പിക്കുകയാണ്. പക്ഷെ പിന്നീട് പോകെ കല്യാണി അറിയും കിരൺ ഇങ്ങനെ പോലീസ് പിടിയിലാണ് എന്നുള്ളൊരു കാര്യം. അപ്പൊ കല്യാണി എന്തായാലും തകർന്നു പോകും അല്ലെ, ഒന്നാമതേ ജീവൻ മരണ പോരാട്ടത്തിൽ. അങ്ങനെ അതിനൊപ്പം ഈ ഒരു കാര്യം കൂടി കേൾക്കുമ്പോൾ കല്യാണി ആകപ്പാടെ തകർന്നടിഞ്ഞില്ലാതാകും. പിന്നീട് നമ്മുടെ സരയു ആണെങ്കിലും നമ്മുടെ കല്യാണിയെ കൊല്ലാൻ തക്കം പാർത്തിങ്ങനെ നടക്കുവാണ്. അപ്പൊ കിരൺ ഇല്ലാത്ത ഈ ഒരു സമയമാണ് നമ്മുടെ സരയുവിന് ബെസ്റ്റ് ടൈം എന്നും വിചാരിച്ച് ആരുമില്ലാത്ത തക്കത്തിന് നമ്മുടെ സരയു കല്യാണിയെ കൊല്ലാൻ ശ്രമിക്കുന്ന ഒരു രംഗവും നമുക്ക് കാണുവാൻ സാധിക്കുവേ. ഇനി കല്യാണി ഇല്ലാതാകുമോ, എന്തായിരിക്കും ഇതിന്റെ ക്ലൈമാക്സ് എന്ന് ഭയങ്കര ആകാംക്ഷയോടെ നിൽക്കുകയാണ് പ്രേക്ഷകർ. കഴിഞ്ഞ കുറെ വർഷങ്ങളോളം നമ്മൾക്കൊപ്പം സഞ്ചരിച്ച ആൾക്കാരാണ് കിരണും കല്യാണിയും അല്ലെ. അപ്പൊ എങ്ങനെയായിരിക്കും ക്ലൈമാക്സ്? നിങ്ങൾക്ക് എങ്ങനത്തെ ക്ലൈമാക്സ് ആണ് ഇഷ്ടം? ഒന്ന് കമന്റ് ചെയ്യണേ, നമുക്ക് നോക്കാം. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.